ഒരു ദിവസം എൻ്റെ മൂത്ത മോളിനോട് ഇപ്പാന്ന് വിളിച്ചാൽ മതി. ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വേണം, ഒരു വട്ടം പറഞ്ഞാൽ മതി. ഒറ്റ വട്ടം പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിക്കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മലയാളികളെ കുടുകുടാ ചിരിപ്പിക്കുന്ന കഥാപാത്രമാണ് നമ്മുടെ കൊമ്പങ്കാട് കോയ. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളികൾക്ക് സ്വതവേ മലബാർ ഏരിയയുള്ള എല്ലാവർക്കും സുപരിചിതമായ ഒരു കഥാപാത്രം തന്നെയാണ്. നിരവധി കോമഡി സ്കിറ്റുകളും കഥാപാത്രങ്ങളുമായി കൊമ്പങ്കാട് കോയ ഇന്ന് നിറഞ്ഞാടുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഈ കൊമ്പങ്കാട് കോയക്ക് വലിയ ഒരു സ്വീകാര്യത തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ലാലാ മലപ്പുറം എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാമിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് അബ്ദുൽ കരീം എന്നോ മറ്റോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്നത് കൊമ്പങ്കാട് കോയ അല്ലെങ്കിൽ ലാല എന്ന പേരിൽ തന്നെയാണ്. ഈ ലാല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ ഈ അടുത്തിടെ നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തുറന്നു പറയുന്നത് നമ്മൾ കണ്ടു. ശരിക്കും അവരുടെ ആരാധകരുടെ ഇടയിൽ തന്നെ വലിയൊരു അന്താളിപ്പാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ഒരു വാപ്പയെ സംബന്ധിച്ച് ഒരു കുട്ടിയിൽ നിന്ന് ഒപ്പ എന്ന വിളി കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്താണ് ലാല ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്? നമുക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് 2 മക്കളാണ്, ഒന്ന് ഷിഫ്ന, ഒന്ന് സിയാന. അപ്പം എൻ്റെ മൂത്ത മോള് സ്കൂൾക്ക് പോകണില്ല, മദ്രസക്ക് പോകണില്ല, പഠിക്കൂല. ഇപ്പം നിന്നവരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആവും. സത്യം പറയാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസബിലിറ്റി കുട്ടിയാണ് മൂത്ത മോള്. അപ്പോൾ ഇന്നവരെ എന്നെ എനിക്ക് ഇന്നത് വേണം അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞിട്ടില്ല. പറയുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. എനിക്ക് ഒരു ദിവസം വീഡിയോയിൽ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നേരത്തെ ചോദിച്ചില്ലേ, അതിനൊരു മറുപടി ഞാൻ പറഞ്ഞു. ഒരു ദിവസം എൻ്റെ മൂത്ത മോളിനോട് ഇപ്പാന്ന് വിളിച്ചാൽ മതി. ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വേണം, ഒരു വട്ടം പറഞ്ഞാൽ മതി. ഒറ്റ വട്ടം പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിക്കൊടുക്കും. അപ്പോൾ ലാല പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് അവതാരിക അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുകയാണ്, എൻ്റെ മൂത്ത കുട്ടി എന്നെ ഉപ്പ എന്ന് ഒരു പ്രാവശ്യം വിളിച്ച് കേട്ടാൽ മാത്രം മതി, അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മൂത്ത കുട്ടി ഈ ഡിസബിലിറ്റി ബാധിച്ച ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ശാരീരിക വൈകല്യങ്ങൾ ഉള്ളത് കൊണ്ട് എണീച്ച് നടക്കാനും സംസാരിക്കാനും ഒന്നും തന്നെ കഴിയില്ല, വീൽചെയറിൽ തന്നെയാണ്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്തരം കുട്ടികൾ വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വല്ലാത്ത ഒരു വിഷമം തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഇതുവരെ മനസ്സ് അറിഞ്ഞുകൊണ്ട് ഒന്ന് ചിരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ പൊതുജനങ്ങളെയെല്ലാം കുടുകുടാ ഇങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത്തരം നീറുന്ന ഒരു വേദനയുണ്ട് എന്ന് പറയുമ്പോൾ വലിയ ഒരു സങ്കടമാണ്. കാരണം ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അത് അറിയാൻ വേണ്ടി സാധിക്കൂ. അത്തരം കുട്ടികൾക്ക് എനിക്ക് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട് എന്നോ ഭക്ഷണത്തിന് വിശക്കുന്നുണ്ട് എന്നോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുമായിട്ട് കമ്മ്യൂണിറ്റി ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ 100% അവരുടെ അടുത്ത് ഒരാൾ തന്നെ വേണം. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തൻ്റെ മൂത്ത മകൾ തന്നെ ഒന്ന് ഉപ്പ എന്ന് വിളിച്ച് കേട്ടാൽ മാത്രം മതി, എൻ്റെ ജീവിതം ധന്യമായി എന്നാണ് പറയുന്നത്. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾക്കുള്ള ഒരു വലിപ്പം നിങ്ങൾ നോക്കണം. ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവും. ചില ആൾക്കാർക്ക് കാറ് വാങ്ങാനും, ചില ആൾക്കാർക്ക് പ്ലെയിന് വാങ്ങാനും, ചില ആൾക്കാർക്ക് സ്ഥലം വാങ്ങാനും, വീടുണ്ടാക്കാനും എല്ലാം കാണും ആഗ്രഹങ്ങൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം നിങ്ങൾ നോക്കണം. അത് അത്രയും വലിയ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കി കൂടി കേൾക്കാം. അത് വാങ്ങിക്കൊടുക്കാനുള്ള ഇപ്പോൾ ഓള് വിചാരിച്ച എന്തെങ്കിലും സാധനമൊക്കെയാണെങ്കിൽ എനിക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു പൈസയും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്, സത്യം പറയാം. അപ്പോൾ എല്ലാ ഇങ്ങനത്തെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഞാൻ ഈ ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ചെറിയ മോള് പിന്നെ പ്രശ്നമൊന്നുമില്ല. അവൾ സ്കൂളിൽ പോകുന്നുണ്ട്, കാര്യങ്ങളാണ്, അയാൾ ഹാപ്പിയാണ്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അവൾ എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇവളെ കാര്യം മാത്രം അറിയിച്ചിട്ട് എനിക്കൊരു സങ്കടമുള്ളൂ. പക്ഷെ എന്നാലും ഹാപ്പിയാണ്. അത് കലാകാരന്മാർക്ക് പറ്റുന്ന അല്ലെ, എത്ര വിഷമമുള്ള ആളുകളെ ചിരിപ്പിക്കാന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പണ്ട് പല ആർട്ടിസ്റ്റിനെയും കണ്ടിട്ടുണ്ട്, അവരുടെ അമ്മ മരിച്ചു എന്ന് അറിയുന്ന സമയത്ത് പോലും ക്യാമറയ്ക്ക് മുമ്പിൽ ചിരിച്ച് അഭിനയിച്ച ഒരുപാട് കലാകാരന്മാരെ കുറിച്ച് ഞാൻ കഥകൾ കേട്ടിട്ടുണ്ട്. ശരിക്കും അത് കലാകാരന്മാർക്ക് മാത്രമേ പറ്റൂ. അതൊരു അങ്ങനെ ആവാം. ആർത്ത് നല്ല ഇതിൽ ആർത്ത് ചിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ചെറിയൊരു സാധനം ഇവിടെ വന്ന് കൊളത്തും. ഇത്തരം വേദനകളെല്ലാം മനസ്സിലൊതുക്കിയാണ് ഇത്രയും കാലം ഞാൻ നിങ്ങളെ ചിരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ
തീർച്ചയായിട്ടും അവരുടെ ആരാധകരിൽ തന്നെ വലിയ ഒരു അന്താളിപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു വിഷമം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതായി ഒരിക്കലും നമുക്ക് ഈ വീഡിയോയിലോ അദ്ദേഹത്തിൻ്റെ കോമഡി കഥാപാത്രങ്ങളുടെ ഇടയിൽ എവിടെയും നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരം കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു സൂക്കേടൊക്കെ ബാധിച്ച് ഒരു മരണപ്പെട്ട് കിടുകയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് കുറച്ച് വർഷങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് നമുക്കത് മറക്കാനും പൊറുക്കാനും എല്ലാം സാധിക്കും. പക്ഷേ ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു ദിവസം പോലും ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ സുഖം എന്താണെന്ന് അനുഭവിച്ചറിയാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ഈ ഒരു കുട്ടി നമ്മുടെ മുന്നിലുള്ള കാലത്തോളം ആ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം അങ്ങനെ തീരുകയാണ് ഉണ്ടാവുക. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ചെറിയ മോൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ സ്കൂളിൽ പോകുന്നു, സന്തോഷിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ എൻ്റെ മൂത്ത മോള് കൂടി അവരുടെ ഒപ്പം കൂടി പോയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം ആ ഉപ്പയുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ്. അത്തരം കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം അവർക്കാണ് ഇത് കൂടുതൽ അറ്റാച്ച്മെൻറ്റും അതുപോലെ തന്നെ മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുക. പിന്നെ അദ്ദേഹം ഇനി പറയുന്ന 2 കാര്യങ്ങൾ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം അത് മലയാളികൾ എന്നല്ല ഈ ലോകത്തുള്ള എല്ലാവരും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്തു പോകുന്നൊരു കാര്യമാണ്. നമുക്കതൊന്ന് കേൾക്കാം. എന്നാലും എന്താ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ, കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ പോട്ടെ. പക്ഷെ മിടുക്കി കൊച്ചാ, ഞാൻ നേരത്തെ കണ്ടില്ല, നല്ല സുന്ദരി മിടുക്കി കൊച്ചാണ്. ആൻഡ് ഓൾറെഡി കുറെ ആൾക്കാർ എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കല്ലേ, ഞാൻ വേണ്ട അങ്ങനെ അവിടെ നിന്നോട്ടെ എന്നുള്ളതാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരുപാട് പേർ വീട്ടിൽ വന്ന് വീഡിയോ എടുക്കുന്ന സമയത്തും എല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മകളുടെ വീഡിയോ ഒന്ന് എടുത്തിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഒന്ന് വീഡിയോ ഞാനൊന്ന് പകർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി, വേണ്ട, എൻ്റെ മകൾ അവിടെ ഇരുന്നോട്ടെ സുഖമായിട്ട് എന്നാണ്. വലിയൊരു തീരുമാനമാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നുള്ളതാണ്. ആ കുട്ടിയുടെ വീഡിയോ കുട്ടിക്ക് സംസാരിക്കാനോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ ഒന്നും കഴിയാത്തൊരു കുട്ടിയാണ്. ചിലപ്പോൾ ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്നൊരു പ്രശ്നം. രണ്ടാമത്, ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ താൽക്കാലികമായി നിങ്ങൾക്ക് നല്ലൊരു റീച്ചും കാര്യങ്ങളും എല്ലാം കിട്ടുമായിരിക്കാം, അതൊരു കാര്യം. പിന്നെ ഇതിന് 2 വശമുണ്ട്. സോഷ്യൽ മീഡിയ ആണ്, തിരിച്ച് നാട്ടുകാർ പറയും നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മകളെ ഉപയോഗിക്കുകയാണ്, നിങ്ങൾ റീച്ചിന് വേണ്ടി ഇത്തരം കണ്ടന്റിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തെറികളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഒരു കാരണവശാലും അത്തരം മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. തീർച്ചയായിട്ടും താങ്കൾ ഒരു ഉത്തമമായ ഒരു ഉപ്പയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്കതിൽ നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ നമ്മൾ നമ്മുടെ ഭാര്യമാരെ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഉമ്മമാരെ അല്ലെങ്കിൽ അമ്മമാരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് എന്ന് അദ്ദേഹം നമ്മോട് ചോദിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എൻ്റെ വൈഫൊക്കെ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറയാം, ഞാൻ ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റുമോ എന്ന് പറയാൻ എനിക്കറിയില്ല. ഏറ്റവും കടപ്പെടുന്ന ഒരാളാണ്. കാരണം നമുക്കൊക്കെ വരുന്ന ഒരു ടൈമിൽ നോക്കിയാൽ മതി, ഇവർ ഫുൾ ടൈമല്ലേ, പോലൊക്കെ നമ്മൾ എങ്ങനെ നോക്കണം? അത്രയും അത് ഫുൾ ടൈം. അതായത് കുട്ടിക്ക് ഓർക്കൊന്ന് ഒരു ഭക്ഷണമാണെന്ന് പറയാൻ കഴിയില്ല, എനിക്ക് ബാത്റൂം പോകണമെന്ന് അറിയില്ല, എനിക്ക് വെള്ളം ഒരു ദാളുടെ നേരത്തെ വെള്ളമാണെന്ന് വരെ പറയാൻ അറിയാത്തൊരു കുട്ടീനെ ഫുൾ ടൈം കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ വൈഫിനൊക്കെ എന്താ ചെയ്യേണ്ടത്? അത്രയും പുണ്യം ചെയ്യണം നമ്മളൊക്കെ അല്ലേ? അത്രയും ഭാഗ്യം ചെയ്ത ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങനത്തെ കുട്ടിനെ കൊടുക്കുള്ളൂ, സത്യം പറയാം. കാരണം ഒരു ഏതെങ്കിലും തെമ്മാടിൻ്റെ കയ്യിൽ പടച്ചോ ഇങ്ങനത്തെ കുട്ടികളെ കൊടുക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും 100% സത്യമാണ്. കാരണം ഇത്തരം കുട്ടികളുള്ള വീട്ടുകളിൽ ഒരുപാട് സഹിഷ്ണുത വേണ്ടതും അതുപോലെ തന്നെ ഒരുപാട് സ്നേഹവും ഒരുപാട് ആദരവും എല്ലാം അർഹിക്കുന്നത് അവരുടെ അമ്മമാരാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയ സമയങ്ങൾ മാത്രമാണ് ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടാവുക. അപ്പോൾ തന്നെ ആ മക്കളെ നോക്കാനുള്ള കഷ്ടപ്പാട് എത്രമാത്രമാണ് എന്ന് ആ ഉപ്പയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അത്രയും സമയം ആ മകളുടെ അടുത്ത് ചിലവാക്കുന്ന ആ ഉമ്മയുടെ ഒരു വേദന അല്ലെങ്കിൽ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സമർപ്പണം, തീർച്ചയായിട്ടും നമ്മൾ ആ ത്യാഗത്തിന് എന്ത് പേരിട്ട് വിളിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. തീർച്ചയായിട്ടും അതിനൊരു പേരില്ല എന്നുള്ളതാണ്. അത് ഉമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, കുട്ടികളെ
അത്രയ്ക്കും നല്ല കൈകളിലേക്ക് മാത്രമേ പടച്ച റബ്ബ് തരികയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഒരു തെമ്മാടിയുടെ കയ്യിലേക്ക് പടച്ച തമ്പുരാൻ ഇത്തരം കുട്ടികളെ കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് തൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് ആ മകളെ പടച്ച തമ്പുരാൻ തന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതിന് നന്ദി പറയുകയാണ് അദ്ദേഹം. എത്രമാത്രം വലിയൊരു മനസ്സാണ് അദ്ദേഹത്തിന് എന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി. ഒരുപാട് സങ്കടം തോന്നിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിലും ഈ വിഷമങ്ങളും ഇപ്പോഴെങ്കിലും നമ്മളുമായി പങ്കിടാൻ അദ്ദേഹത്തിന് തോന്നിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. തീർച്ചയായിട്ടും ആ മക്കൾക്ക് ഇനി വരും ജീവിതത്തിൽ വരും നാളുകളിൽ പടച്ച തമ്പുരാൻ ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആ സുഖടിനെ തൊട്ട് പടച്ച തമ്പുരാൻ പെട്ടെന്ന് മോചനം കൊടുക്കട്ടെ. തീർച്ചയായിട്ടും ഈ വരുന്ന ദിവസങ്ങളിലെങ്കിലും ഒരുപാട് കാലം കാത്തിരുന്നാലും ഉപ്പ എന്നൊരു വിളി ആ മകളുടെ വായിൽ നിന്ന് കേൾക്കാൻ നമ്മുടെ കൊമ്പങ്കാട് കോയക്ക് തീർച്ചയായും അബ്ദുൽ കരീമിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇത്തരം വീഡിയോകൾ കാണണം. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.